ഇടുക്കിയിൽ യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച് അസഭ്യം പറയുകയും ചെയ്തു. ഗ്യാസ് കരിഞ്ചന്തക്കാരനാണ് യുവാവിനെയും യുവതിയെയും ആക്രമിച്ചത്. പാൽപ്പാണ്ടി അശോകൻ, ഇയാളുടെ ഭാര്യ എന്നിവരെ കുമളി പോലീസ് അറസ്റ്റ് ചെയ്തു. ആഭരണവും പണവും കവർന്നതായും പരാതിയിൽ പറയുന്നു. ജെയിനസ് രാജിരുന്നു. ജെയിൻ, എന്താണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്? പ്രജീഷ്, ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഈ മർദ്ദനമേറ്റവർ ഗ്യാസ് ഏജൻസിയിലെ ജീവനക്കാരാണ്. ഇവർ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നേരിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അണക്കര മേലേവാഴ വീട് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയത്. ആ സമയത്താണ് ഈ 5 പേരടങ്ങുന്ന സംഘം, ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്, ഇവർ സംഘമായി ചേർന്ന് ഇവരെ ആക്രമിച്ചത്. ഈ സംഘം ആ പ്രദേശത്ത് ഗാർഹിക ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടർ അത് കരിഞ്ചന്തയിൽ വിൽക്കുന്ന ആളുകളാണ്. ഇതിൽ ഈ സ്ത്രീയെ മർദ്ദിക്കുകയും അവരെ വലിച്ചിഴക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ ഈ പ്രതികൾ ചേർന്ന് കെട്ടിയിട്ടു എന്നുള്ളതാണ്. ആ കെട്ടിയിട്ടതിൻ്റെ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മേലേവാഴ വീട് സ്വദേശികളായിട്ടുള്ള പാൽപ്പാണ്ടി അശോകന്റെ ഭാര്യ, പിന്നെ 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ, ഇവരെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാന പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മർദ്ദനമേറ്റവർ അവർ കട്ടപ്പനയിലെ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി, ജയനാണ് വിവരങ്ങൾ നൽകിയത്.